നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രാണനിൽ പടർന്ന ഇരുട്ടിൽ നിസ്സഹായയായി നിന്ന വേളയിൽ ആശ്വാസത്തിന്റെ കരസ്പർശമായിരുന്ന പ്രിയ സഖാവ്. അന്ത്യാഭിവാദ്യങ്ങൾ. കെ രമ പങ്കുവച്ച 2 വരി കുറിപ്പ്. VSന്റെ വിയോഗ വാർത്ത വന്നപ്പോൾ എല്ലാവരും ആദ്യം തിരഞ്ഞതും കെ രമയുടെ പ്രതികരണമായിരിക്കും. കാരണം പ്രസ്ഥാനത്തിനു വേണ്ടി പൊരുതിയവനെ കുലംകുത്തിയെന്ന് ആക്ഷേപിച്ചവർക്ക് മുന്നിൽ TP ധീരൻ എന്ന് പറയാൻ ധൈര്യം കാണിച്ച മനുഷ്യനാണ് VS. തകർന്നു നിന്ന കെ രമയ്ക്ക് കരുത്തായ പടവൃക്ഷം. രമ കുറിച്ച ഈ 2 വരി കുറിപ്പ് സഖാക്കന്മാരുടെ നെഞ്ചത്താണ് പൊട്ടിയിരിക്കുന്നത്. ഓർമ്മകൾ തീക്കനലാകുന്നു. വാക്കുകൾക്ക് തീയേക്കാൾ പൊള്ളലുണ്ടാകുന്നു. VS ചിലരെ തീച്ചൂളയിൽ നിർത്തുന്നു. അത് സ്വന്തം പ്രസ്ഥാനത്തിൽ തന്നെ ഉള്ളവരെ. മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ സമര രാഷ്ട്രീയത്തിന്റെ ഒരു യുഗം അവസാനിച്ചു എന്നാണ് കെ രമ പ്രതികരിച്ചത്. പാർട്ടിക്കകത്തെ ജനവിരുദ്ധർക്കെതിരെ VS പോരാടി. TP ധീരനായ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് VS പറഞ്ഞതിനപ്പുറം വലിയൊരു അംഗീകാരം ചന്ദ്രശേഖരന് കിട്ടാനില്ല. ഇന്ന് ഞാൻ ഇങ്ങനെ നിന്ന് രാഷ്ട്രീയം പറയാനുള്ള ധൈര്യം തന്നത്, ഒരാശ്വാസം തന്നത്, ഒരു പിടിവള്ളിയായി ഞങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിവ് തന്നത് VSന്റെ ആ വരവായിരുന്നു. അദ്ദേഹം എനിക്കൊരു ധൈര്യമായിരുന്നു എന്നുള്ള രമയുടെ വാക്കിലുണ്ട്. അവരെ നിയമസഭയിൽ വരെ കൊണ്ടെത്തിച്ചതിൽ VSന്റെ കരുത്തുണ്ടായിരുന്നു എന്നുള്ളത് കേരളം ഓർക്കുന്നുണ്ടാകും. CPM വെട്ടിപ്പൊളന്ന് കൊണ്ടിട്ട ചന്ദ്രശേഖരന്റെ മൃതശരീരത്തിനു മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന VSനെ, കരഞ്ഞു തളർന്ന രമയ്ക്ക് മുൻപിൽ കൈകൂപ്പി നിന്ന VSനെ, തനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയായിരിക്കും ആ മനുഷ്യനെ അപ്പോൾ വേട്ടയാടിയത്. എവിടെയോ പറഞ്ഞു കേട്ട ഒരറിവുണ്ട്. ചന്ദ്രശേഖരനെ നേരിട്ട് കണ്ടപ്പോൾ VS പറഞ്ഞു അത്രേ, സൂക്ഷിക്കണം, രാത്രിയിൽ തനിച്ചുള്ള യാത്ര വേണ്ട, അത് ഒഴിവാക്കണമെന്ന്. അന്ന് ചന്ദ്രശേഖരൻ മറുപടി പറഞ്ഞത്, പാർട്ടി തിട്ടൂരമിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കും കഴിയില്ലല്ലോ സഖാവേ എന്ന്. CPM എന്ന പാർട്ടി ചന്ദ്രശേഖരനും കുടുംബത്തിനും ഭ്രഷ്ട് കൽപ്പിച്ചപ്പോൾ അവിടേക്ക് പോകാൻ VS കാണിച്ച ധൈര്യത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. ഒപ്പം നിന്നവനെ വിട്ടുകൊടുക്കാത്ത സന്ധിയില്ലാത്ത പോരാട്ടത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. VS എന്ന 2 അക്ഷരമാണ് യഥാർത്ഥ കമ്മ്യൂണിസം. VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രഖ്യാപിച്ച കൂട്ടരൊക്കെ തോറ്റ ചരിത്രമേ ഉള്ളൂ. ഒഞ്ചത്തിന്റെ മണ്ണിൽ CPMന് വേരറ്റുപോയത് TPയുടെ കൊലപാതകത്തോടെയാണ്. പിന്നീട് പല കുറി പയറ്റിയിട്ടും പാർട്ടി കോട്ട പിടിക്കാൻ CPMന് കഴിഞ്ഞിട്ടില്ല. പിണറായിക്ക് ആ മണ്ണിൽ കാലുകുത്താനാകില്ല. കാരണം TPയുടെ രക്തം പുരണ്ട മണ്ണാണത്. അവിടെ പോകാൻ അർഹതയുള്ള ഒരേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനേ ഉള്ളൂ, അത് VS ആണ്. TPയുടെ മൃതദേഹം കാണാൻ ചെന്നിറങ്ങിയ VSനെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചാണ് ആ നാട് സ്വീകരിച്ചത്. TP ചന്ദ്രശേഖരനെ കൊന്നു തിന്നിട്ടും കലിയടങ്ങാതെ ഇന്നും കെ രമയെ വേട്ടയാടുകയാണ് CPMകാർ. നിന്റെ മകനെ നടുറോഡിൽ പൂക്കുല പോലെ ചിതറിക്കും എന്ന് CPM ഭീഷണികളെ ലവലേശം ഭയന്നില്ല രമ. ചന്ദ്രശേഖരന്റെ ഉറച്ച ശബ്ദമായി നിയമസഭ വരെ എത്തി. പിണറായിക്കെതിരെ CPMന്റെ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ നിരന്തരം അവർ ശബ്ദമുയർത്തുന്നു. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ VS ആണെന്ന് അഭിമാനത്തോടെ കെ രമ പറയുന്നു. VS അച്യുതാനന്ദന്റെ സ്ത്രീപക്ഷ നിലപാടുകളും എന്നും ചർച്ചയായിരുന്നു. ഒട്ടുമിക്കപ്പോഴും സമത്വത്തിനു വേണ്ടി വാദിക്കുകയും ചൂഷണത്തിനെതിരെ വാളെടുക്കുകയും ചെയ്ത കാവൽ പോരാളിയായിരുന്നു അദ്ദേഹം. അല്ലാത്തപ്പോഴൊക്കെ കേവല രാഷ്ട്രീയത്തിന്റെ ലാഭക്കണക്കിന് വേണ്ടി മാത്രമെന്ന ആരോപണത്തിനൊപ്പവും. കത്തിക്കാളി നിന്ന കിളിരൂർ കേസ് കാലത്ത് VSന്റെ ഉന്നം പാർട്ടിക്കകത്തെ പ്രതിയോഗികളായിരുന്നു. പക്ഷേ പറഞ്ഞു വന്നപ്പോഴേക്കും പൊതുസമൂഹത്തിനു മുന്നിൽ കഥയാകെ മാറി. പൊതുവെ കാർക്കശ്യക്കാരനും പുറമേക്ക് പരുക്കനുമായിരുന്ന VSനെ പൊടുന്നനെ കേരള സമൂഹത്തിനു മുന്നിൽ പ്രതികളെ സംരക്ഷിച്ചവന്റെ കുപ്പായത്തിനുള്ളിലാക്കി. കിളിരൂർ പീഡനക്കേസിന് അന്നും ഇന്നും വലിയ പങ്കുണ്ട്. 2001ലും 2005ലും പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും അഴിമതിക്കെതിരായ പോരാട്ടത്തിനും ഒപ്പം എന്നും സ്ത്രീപക്ഷവാദി എന്ന പരിപ്രേക്ഷ്യം കൂടി പേരിനൊപ്പം എഴുതി ചേർത്തായിരുന്നു VSനെ പൊതുസമൂഹം ഏറ്റെടുത്തത്. പരമാവധി ഇടത്ത് പലപ്പോഴും പാർട്ടി നിലപാടുകൾ വരെ തള്ളിയും VS അത് കൊണ്ടു നടക്കുകയും ചെയ്തു. പിന്നീട് മുഖ്യമന്ത്രിയായ VSന് കിളിരൂർ കേസിൽ കാര്യമായി ഒന്നും ചെയ്യാനായില്ലെങ്കിലും പാർട്ടിയെ വിടാതെ പിന്തുടർന്ന VIP വിവാദത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് VS തയ്യാറായില്ല എന്നത് ചരിത്രം. ഏറെക്കുറെ സമാനമായിരുന്നു ഐസ്ക്രീം പാർലർ കേസിലെ നിലപാടും. മാറി മാറി വന്ന മുന്നണി ഭരണത്തിനിടയ്ക്ക് അലിഞ്ഞില്ലാതായ ഐസ്ക്രീം പാർലർ കേസ് വിടാതെ പിടിച്ച VS കാലാകാലങ്ങളിൽ അവസരം കിട്ടുമ്പോഴെല്ലാം PK കുഞ്ഞാലിക്കുട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തി. പല വിഷയങ്ങളിൽ എന്ന പോലെ സ്ത്രീപക്ഷ നിലപാടിലും VSും പാർട്ടിയും വേറെ വേറെ വഴിക്കായിരുന്നു.
ടി പി ചന്ദ്രശേഖരൻ വെട്ടേറ്റ് വീണ ഒഞ്ചിയത്തെ മണ്ണിലേക്ക് ഒരച്ഛന്റെ വാത്സല്യവുമായി ഉറച്ച കാൽവെപ്പോടെ നടന്നു നീങ്ങിയ VS മുന്നിൽ അന്ന് നെയ്യാറ്റിൻകരയിലെ നിർണായക തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിൽ നിൽക്കുന്ന പാർട്ടി വിളറി നിന്നു. കഴിവുകെട്ട ഭരണം നിലനിൽക്കുന്നിടത്തോളം നാട്ടിലെ അമ്മമാർക്കും പെൺമക്കൾക്കും രക്ഷയുണ്ടാകില്ല എന്ന് തുറന്നടിച്ച VS പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിനെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എടുത്തിട്ടു. 9ഉം 13ഉം വയസ്സുണ്ടായിരുന്ന പെൺകുട്ടികൾ കേരള മനസാക്ഷിയുടെ ഉത്തരത്തിനു മുന്നിൽ തൂങ്ങിയാടിയ വാളയാറിൽ പോലീസിന് വീഴ്ചയുണ്ടെന്ന് വിളിച്ചു പറയാൻ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചുയർന്ന ആക്ഷേപങ്ങൾ പോലും VS മുന്നിൽ തടസ്സമായില്ല. പാർട്ടി പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് പ്രാദേശിക നേതാക്കളെ എല്ലാം ഒഴിവാക്കി ചിന്നക്കനാലിലെ തോട്ടം തൊഴിലാളി സ്ത്രീകളുടെ സമരപ്പന്തലിലേക്ക് VS എത്തിയത്. ബിഷപ്പ് ഫ്രാങ്കോയ്ക്കെതിരെ കന്യാസ്ത്രീ ഉന്നയിച്ച ലൈംഗിക പീഡന പരാതിയിൽ എന്ത് ചെയ്യണമെന്ന് കേരളം ഒരു നിമിഷം ചിന്തിച്ചപ്പോൾ പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം രംഗത്ത് വന്നതും VS അച്യുതാനന്ദനായിരുന്നു. വക്കുപൊട്ടിയ വാക്കുകൾ VSനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ സന്ദർഭങ്ങളും ഒട്ടും കുറവായിരുന്നില്ല. പിറവം ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സിന്ധു ജോയിയെക്കുറിച്ച് VS നടത്തിയ പ്രസംഗവും 2011 തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളിയായിരുന്ന ലതിക സുഭാഷിനെതിരെ നടത്തിയ പരാമർശങ്ങളും ഉണ്ടാക്കിയ കോളിളക്കങ്ങൾ ചെറുതുമല്ല. VSന്റെ സ്ത്രീപക്ഷ സമീപനം ജനകീയതയുടെ അളവുകോലായി വളർന്ന ഭൂരിഭാഗം സന്ദർഭങ്ങളിലും പാർട്ടി പക്ഷേ പ്രതിരോധത്തിലായിരുന്നു. സ്ത്രീവിരുദ്ധതയും സവർണ മേധാവിത്വവും പറയുന്നവർക്കുള്ള ഇടത്താവളമല്ലെന്ന് മുന്നണി വിപുലീകരണ നീക്കത്തിൽ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ ആഞ്ഞടിച്ച VS PK ശശിക്കെതിരായ ലൈംഗിക ആരോപണത്തോട് പ്രതികരിച്ചത് സ്ത്രീപക്ഷ നിലപാടുകൾ എന്നും CPM ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.